ഗൾഫിലെത്തിയാൽ ജോലി കിട്ടും, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ജീവിതം മാറും, കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ അധികം ആരും കാണിക്കാത്ത ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഞാനിപ്പോൾ വിസിറ്റിംഗ് വിസയിലാണുള്ളത്. UAEയിൽ വന്നിട്ട് 4 മാസമായി. ജോലി അന്വേഷിച്ചാണ് ഇവിടെ ഞാൻ വന്നത്. പക്ഷേ യുദ്ധ സാഹചര്യങ്ങളും ജോലി മാർക്കറ്റിലെ മാറ്റങ്ങളും കാരണം ജോലി കിട്ടുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. നല്ല ജോലി കിട്ടും, ശമ്പളം കിട്ടും, കുടുംബത്തിനൊരു താങ്ങാകും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടെയാണ് ഞാനിങ്ങോട്ട് വന്നത്. വിമാനത്തിലിരിക്കുമ്പോൾ പോലും ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ ശേഷം ആയിരുന്നു യുദ്ധമൊക്കെ വന്നത്. ശേഷം യാഥാർത്ഥ്യം പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഒരു ജോലി അന്വേഷിക്കാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുറേ ഇൻ്റർവ്യൂകൾക്കൊക്കെ വിളിക്കും, ചിലവർ പിന്നീട് അറിയിക്കാമെന്നൊക്കെ പറയും. പക്ഷെ പിന്നീട് അങ്ങനെ വിളിയൊന്നും ഇല്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗൾഫിലെ പല മേഖലകളിലും യുദ്ധ സാഹചര്യങ്ങളുടെ സ്വാധീനം ഉണ്ടാവും. പല കമ്പനികളും റിക്രൂട്ട്മെൻറ്റ് കുറച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഫലം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജോലി അന്വേഷിക്കുന്ന ആൾക്കാരെയാണ്. ഞാനും അതിൽപ്പെട്ട ഒരാളാണല്ലോ. ജോലി കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് പണം മാത്രമല്ല, മാനസിക സമ്മർദ്ദം കൂടെ. നാട്ടിലുള്ളവർ കരുതും ഗൾഫിലെത്തിയല്ലോ, ഇപ്പോൾ എല്ലാം ശരിയായി കാണുമെന്ന്. പക്ഷേ യഥാർത്ഥ സാഹചര്യം പലപ്പോഴും അവർക്കറിയില്ല. കാരണം അവരെ വിഷമിപ്പിക്കാൻ നമുക്കും താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളും പല കാര്യങ്ങളും അവരുടെ അടുത്ത് പറയാറില്ല. ഈ അനുഭവം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ക്ഷമയും ആത്മവിശ്വാസവും കഷ്ടപ്പാടിൻ്റെ വിലയൊക്കെ. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ സമയത്തിനനുസരിച്ച് നടക്കില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് ശ്രമം നിർത്തരുത് ഒരിക്കലും. ഇന്നല്ലെങ്കിൽ നാളെ ഒരവസരം വരുമെന്ന് വിശ്വസിക്കുക. ഈ വീഡിയോ ഞാൻ ചെയ്തത് പരാതി പറയാനല്ല, എൻ്റെ യഥാർത്ഥ അനുഭവം പങ്കുവെക്കാനാണ്. വിസിറ്റിംഗ് വിസയിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരോടൊരു കാര്യം മാത്രം പറയാനുള്ളൂ: തളരരുത്, പ്രതീക്ഷ കൈവിടരുത്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ല ദിവസങ്ങൾ ഉറപ്പായിട്ടും വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്